നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈലൻറ്റ് വാലിയുടെ വാച്ച് ടവറിലാണ് കേട്ടോ. അതെ സബിത ശിവാനി സൈരന്ത്രി. അയ്യോ ഫോൺ നേരെ പിടിച്ചണേ. നമ്മളിപ്പോൾ ഒരു പശ്ചിമഘട്ടം നിത്യാരിത മഴക്കാടിൽ നിൽക്കുന്നു. അതെ, ഇവിടെ മഴക്കാട് എന്ന് പറയാനുള്ള കാരണം ഇവിടെ വർഷത്തിൽ 8 മാസം വരെ മഴ പെയ്യും. അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയും നല്ല ശക്തിയുള്ള മഴയും ബാക്കിയുള്ള മഴ സമയങ്ങളിൽ ചാറ്റൽ മഴ പോലെ പേണ മഴകളായിരിക്കും കാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ മഴക്കാട് റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം. സൈലന്റ് വാലി ടോട്ടൽ വിസ്തീർണം പറഞ്ഞാൽ 89.52 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ നമ്മളിനി 1 കിലോമീറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ പുഴയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴയാണ്. കൂടാണ്ട് മനുഷ്യൻ തൊടാണ്ട് ഒഴുകുന്ന വെള്ളമാണ്. 25-30 കിലോമീറ്ററോളം മനുഷ്യൻ തൊടാണ്ട് ഒഴുകുന്ന വെള്ളമാണ്. ഒരു രീതിയിൽ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടില്ല. ഫോറസ്റ്റുകാർ പോകും. അപ്പോൾ അവരെ ഡാം കെട്ടാൻ വേണ്ടി തിരഞ്ഞെടുത്ത് നല്ല ഈ കാണുന്ന ഏരിയയാണ്. ഓ ശരി, ഈ കാണുന്ന ഭാഗം ഉണ്ടോ? ശരി, ഇവിടെ നിങ്ങോട്ടോ ആർച്ച് ഡാം കെട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചു 120 ക്യാമറ തിരിച്ചായി പറഞ്ഞു ചെയ്യണം. പക്ഷേ പഠനങ്ങൾ നടന്നു വന്നപ്പോൾ ഏകദേശം സൈലന്റ് വാലി 80% കാടും നശിച്ചു എന്നുള്ള നിഗമനത്തിൽ എത്തി. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അവരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. 120 മെഗാവാട്ട് കറണ്ട് ഉത്പാദിക്കാൻ പറ്റുന്ന ഹൈഡൽ പവർ പ്രൊജക്റ്റ് പദ്ധതിയാണ് കൊണ്ടുവന്നത്. അതിന് വേണ്ടി അവർ ആദ്യം ഉണ്ടാക്കിയതാ കാണുന്ന വഴികളാണ്. നമ്മൾ വന്ന വഴിയില്ലേ, അന്നത്തെ കാലത്ത് ഒരു 17 കോടി രൂപ ചിലവാക്കിയാണ് ആ വഴി ഉണ്ടാക്കിയത്. 2 ബിൽഡിംഗ് ഉണ്ടാക്കി, ഇതൊക്കെ അവിടെ സ്ക്വയർ ഉണ്ടാക്കി, ഇത് വീട് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കാണും. അവിടെ അപ്പോൾ നമ്മൾ ഈ ഡാം